വാ. മാച്ചാക്കിയതാണ് ചെറുപ്പിനനുസരിച്ചിട്ടുള്ള കുറച്ച് കാർത്ത് നമ്മൾ വൈകുന്നേരമായിട്ടാകുമ്പോൾ ഒന്ന് കല്ലുമ്മക്കായ കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ചെമ്പിരിക്ക ബീച്ചിലേക്ക് പോകുന്നു. നമ്മളെ ചെമ്പിരിക്ക ബീച്ച് അറിയോ? ചില ആൾക്കാർക്ക് അറിയായിരിക്കും. കാസർഗോഡ് ജില്ലയിലത്തെ ആൾക്കാർ ഫേമസ് ആണ് കല്ലുമ്മക്കായ, ചെമ്പിരിക്ക കല്ലുമ്മക്കായ. നല്ല മഴ കഴിഞ്ഞ സമയമാണ്. നല്ല റോട്ടിലെല്ലാം എന്തൊരു തണുപ്പാണ്. എന്തോ ഒരു ചൂടായിരുന്നു രാവിലെയൊക്കെ. പക്ഷേ ആ ഒരു വൈകുന്നേരത്തെ ഒരു മഴ, ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അടിപൊളി ഒരു ഫീലിംഗ് ആണ്, ഒരു വെതറാണ്, നല്ല രസമാണ്. അങ്ങനെ നമ്മളിതാ പോയി ബാക്കിലാണ് ടൗണിലേക്ക് എത്തി. നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ല, രണ്ട് ആൾക്കാരുണ്ട് വണ്ടിയിൽ ഇരിക്കുന്ന ആളോട് പറഞ്ഞിട്ടില്ല എവിടെ പോകുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഇവരെ കൂട്ടിയിട്ട് അങ്ങനെ ഔട്ടിങ് പോവാണ്. ഇതാണ് നമ്മളെ സുപ്രസിദ്ധമായ ബേക്കൽ പുഴ. ഇതാണ് ബേക്കൽ പുഴ. കടലും പുഴയൊക്കെ ഒന്നാകുന്ന സ്ഥലമാണ് ഈ ലെഫ്റ്റ് സൈഡ്. വണ്ടി ഞാൻ തന്നെ ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് തൃക്കന്നാടിൻ്റെ ഒരു എൻട്രി. തൃക്കന്നാട് എന്നൊക്കെ പറയും. ഇവിടെ നല്ലൊരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കടലിൻ്റെ മക്കളാണ് ഇവിടെ താമസിക്കുന്നുള്ളത്. അവരെ ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പുറത്തൊക്കെ ആയിട്ട്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ഫുഡൊക്കെ അത്ര വലിയ ലൈക്കൊന്നുമല്ല. പക്ഷേ അവിടെ ഉപ്പിലിട്ടതൊക്കെ ഒരുപാടുണ്ട്. മാങ്ങ, അത് നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരും. ഫുഡൊന്നും എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയിട്ടില്ല. സീ പാർക്ക് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിലൂടെ. നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റാണ്. ഉച്ചക്കൊക്കെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ നമ്മളിതാ ചെമ്പിരിക്ക ബീച്ചിലേക്ക് എത്തി. ചെമ്പിരിക്ക ബീച്ചിൽ ഈ ഭാഗത്ത് ആൾക്കാർ കുറവാണ്. ഒരുപാട് തോണിയൊക്കെ ഇങ്ങനെ കയറിയിട്ടിട്ടുണ്ട്. തോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടിയുടെ നമ്മളെ സിയാമൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവളെ ചിരിയും കളി കാണാൻ നല്ല രസമാണ്. ഇതാ ഉപ്പാൻ്റെ ഒക്കെ ആൾ തട്ടിക്കൊണ്ട് വരുന്നു. കടലൊക്കെ നല്ല രസമാണ്, നല്ല ശാന്തതയാണ് ഇന്ന് കടലിന്. എന്ത് കഥയറിയില്ല, നല്ല രസമാണ്. അപ്പം ഞാൻ, അളിയന്, അജിത ആണ് പുറത്ത് പോയത്. സിയാമോട് ഇങ്ങനെ തട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ ചെമ്പിരിക്കയിലുള്ള ഓരോ കടകൾ. ഒരുപാട് കടകൾ കയറിയിട്ടുണ്ട്, നല്ല രസമാണ്. പഴയ മിഠായി, പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മിഠായിയൊക്കെ ഉണ്ട്. കാട്ടത്തെ കല്ല് മിഠായി, സിഗരറ്റ് മിഠായി, പല ടൈപ്പിലുള്ള സ്കൂൾ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരുപാട് മിഠായികളൊക്കെ തൂക്കി കാണാൻ നല്ല രസമാണ്. വായിന്ന് കപ്പലൂരും. പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പണ്ടത്തെ അതേ ക്വാളിറ്റിയിൽ ഇപ്പോൾ കിട്ടണമെന്നില്ലല്ലോ. കാണുമ്പോൾ നല്ല രസം തോന്നും. അതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഒരു വൈബിൽ ഇരിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഇവിടെ കയറി ഇരിക്കാൻ വിചാരിച്ചു. ഇവിടുന്ന് കല്ലുമ്മക്കായ കഴിക്കണം. അതിനായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ വന്നത്. മെയിനായിട്ട് നമുക്ക് കല്ലുമ്മക്കായാണ് കഴിക്കേണ്ടത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് കല്ലുമ്മക്കായ ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. നല്ല കടലിൻ്റെ ശാന്തതയൊക്കെ കണ്ടിരുന്നിട്ട് കല്ലുമ്മക്കായ അടിച്ച് തിന്നാന്ന് വിചാരിച്ച് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാകുമ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഇരുന്നോ, ഓർഡർ എടുക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ അജിതൊക്കെ ഇങ്ങനെ തീരദേശത്ത് നോക്കിയിരിക്കുകയാണ്. നല്ല വൈബല്ലേ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അജിത, വാങ്ങണ്ട അജി? അളിയാ എങ്ങനെയുണ്ട് അളിയാ? മോശമില്ല. റീമ വാങ്ങണ്ട റിയ വാങ്ങണ്ട. ആണ് ട്രെയിനെ പോകണ്ട. ഇല്ല കല്ലുമ്മക്കായ കിട്ടിയാൽ എത്ര കിട്ടിയാലും കഴിക്കും. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ നല്ല കാടമുട്ട ഫ്രൈ എന്ന് തോന്നുന്നു. കാടമുട്ട ഫ്രൈയിന് കാട്ടി നല്ല കളറുണ്ടാകുന്നത്. ഇതെന്താ അറിയില്ല, കാടമുട്ട ഫ്രൈ നട്ട കൊണ്ടുവച്ച്. കുഞ്ഞിനാണെങ്കിൽ ബത്തക്ക തണ്ണിമത്തൻ വെള്ളം കുടിച്ചു. അജിതക്കാണെങ്കിൽ നല്ല തണുത്ത സോഡ ലൈം എടുത്തു. ഞാനാണെങ്കിൽ ഫ്രഷ് ലൈം മേടിച്ചു. ഫ്രഷ് ലൈം ഓസിന് കിട്ടിയതാണ്, ഇടയിൽ വന്ന് കയറിയതാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2 ചായയൊക്കെ ഓർഡർ ആക്കി. അളിയൻ്റെ ചായ കിട്ടി. എൻ്റെ ചായക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ആക്കാണ്. ഓനിക്കാണെന്നുണ്ടെങ്കിൽ ചായക്ക് 2 തരാൻ മറന്നുപോയി. അങ്ങനെ ഒറ്റ ചായയാണ് തന്നത്. ഇപ്പോൾ എൻ്റെ ചായക്ക് വേണ്ടി വെയിറ്റ് ആക്കാണ്. ചായക്ക് ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ചങ്ങായി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. നല്ല കല്ലുമ്മക്കായ ഇറച്ചി കൂടെ ഉണ്ടല്ലോ. അടുത്ത പ്രാവശ്യം വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ചായ കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ചായക്ക്. നല്ല സൂപ്പർ ചായയാണ്. അടിപൊളിയാണ് ചായ. ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ ചായയും കല്ലുമ്മക്കായൊക്കെ കഴിക്കണം. നല്ല സ്പോട്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറം വന്ന് ലെഫ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ മതിട്ടോ. കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്ക് നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ ഉള്ളത്, കല്ലുമ്മക്കായൊക്കെ. അങ്ങനെ അതെല്ലാം കഴിച്ചിങ്ങനെ ഇറങ്ങി. നല്ലൊരു ബില്ലായി. ബില്ലൊന്നും നോക്കിയില്ല, ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ നന്നായി നടന്ന് പോകുമ്പോൾ പിന്നെയും കല്ലുമ്മക്കായ തിന്നാൻ തോന്നി. വേറെ എല്ലായിടത്തും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരിടത്ത് കണ്ടു, നല്ലൊരു എന്താ പറയുക, ഞാൻ നേരത്തെ നടന്നു വരുമ്പോൾ കണ്ടിരുന്നു. പക്ഷെ അവിടെ ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തത്. ഇപ്പോൾ അവിടുന്ന് ഒരു കുറച്ച് കല്ലുമ്മക്കായ പാർസൽ വാങ്ങാണ്ട് നിൽക്കുകയാണ്. കല്ലുമ്മക്കായാണല്ലോ. ഒരു 5 വേറെ, പിന്നെ ഒരു 10 വേറെ. അങ്ങനെ 10 എൻ്റെ വീട്ടിലേക്കും 5 അജിതാൻ്റെ വീട്ടിലേക്കും അങ്ങനെ പാർസൽ വാങ്ങി നമ്മളിതാ വണ്ടീൻ്റെ അടുത്തേക്ക് അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു. സാധാരണ ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കലില്ല, നമ്മൾ ഷോർട്സ് മാത്രമാണ് എടുക്കൽ. അപ്പോൾ വീഡിയോയിലേക്കെല്ലാം അങ്ങോട്ട് ട്രൈ ചെയ്യണം. എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ മോൾക്ക് നല്ല പണ്ടത്തെ പുളിമുട്ടായി കിട്ടിയതിന് സന്തോഷമാണ്. അങ്ങനെ ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ, സീ യു ടുമാറോ.